ഓരോ വർഷവും കോടിക്കണക്കിന് മരങ്ങളാണ് ഭൂമിയിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുന്നത്. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളും ഞാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ് ടിഷ്യൂകൾ നിർമ്മിക്കാനാണ് ഈ മരങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്നാൽ മരം പോലെ ഇത്രയും കടുപ്പമുള്ള ഒരു വസ്തുവിൽ നിന്ന് ഇത്ര മൃദുവായ ടിഷ്യൂ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇത്രയധികം മരങ്ങൾ എങ്ങനെയാണ് ശേഖരിക്കുന്നതെന്ന് നോക്കാം. ടിഷ്യൂ നിർമ്മാണത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് ഒരു വലിയ കാട്ടിൽ നിന്നാണ്. കാരണം ഇതിൻ്റെ പ്രധാന അസംസ്കൃത വസ്തു മരമാണ്. അതുകൊണ്ട് തന്നെ ഇതിനായി അനുയോജ്യമായ മരങ്ങൾ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഭീമാകാരമായ മരം മുറിക്കുന്ന മെഷീനുകൾ കാട്ടിലേക്ക് ഇറങ്ങുന്നു. അവയിൽ ഏറ്റവും കരുത്തുറ്റ മെഷീനാണ് ഫെല്ലർ ബഞ്ചർ. ഒരു വലിയ റോബോട്ടിക് കൈ പോലെ തോന്നിക്കുന്ന ഇത് നിമിഷ നേരം കൊണ്ട് മരത്തെ മുറുകെ പിടിക്കുകയും താഴെ നിന്ന് മുറിച്ചെടുക്കുകയും ചെയ്യുന്നു. ഒപ്പം അതിൻ്റെ ചില്ലകളെല്ലാം വെട്ടിമാറ്റി മരത്തെ ഒരു നേരായ തടിയായി താഴെ വയ്ക്കുന്നു. ഇതിന് ഡസൻ കണക്കിന് മരങ്ങൾ മുറിക്കാൻ കഴിയും. വെറും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇതാ ഭാഗം മുഴുവൻ ക്ലിയർ ചെയ്യുന്നു. മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ ഈ തടികൾ ട്രക്കുകളിൽ കയറ്റുന്നു. ലോഗ് ലോഡർ എന്ന് വിളിക്കുന്ന വലിയൊരു മെഷീനാണ് ഈ ജോലി ചെയ്യുന്നത്. നല്ല ഗ്രിപ്പുള്ള ഈ മെഷീൻ ടൺ കണക്കിന് ഭാരമുള്ള മരങ്ങളെ വളരെ എളുപ്പത്തിൽ ട്രക്കിലേക്ക് എടുത്തു വയ്ക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ട്രക്ക് മുഴുവൻ മരത്തടികൾ കൊണ്ട് നിറയുന്നു. പിന്നീട് ഈ ട്രക്കുകൾ നേരെ ഫാക്ടറിയിലേക്ക് പോകുന്നു. അവിടെ ഇൻഡസ്ട്രിയൽ വുഡ് ചിപ്പർ എന്നൊരു വലിയ മെഷീനുണ്ട്. മരത്തടികളെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഈ മെഷീന്റെ പണി. എന്നാൽ അതിനു മുമ്പ് തടികൾ ചില ഘട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. മരത്തടികൾ നിറഞ്ഞ ട്രക്കുകൾ ഒരു പ്രത്യേക കൺവെയർ ബെൽറ്റിലേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് തടികൾ പ്രോസസ്സിംഗ് ഏരിയകളിലേക്ക് പോകുന്നു. ആദ്യഘട്ടത്തിൽ ഒരു വലിയ ഡ്രം മെഷീനിലൂടെ മരത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു. അതിനുശേഷം തൊലി കളഞ്ഞ മരം ശുദ്ധമായ വെള്ളത്തിൽ കഴുകി ഒരു മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിടുന്നു. മരത്തടികൾക്കുള്ളിൽ ആണിയോ മറ്റ് ഇരുമ്പ് കഷ്ണങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണത്. എല്ലാം ഓക്കെ ആണെങ്കിൽ തടികൾ ഇൻഡസ്ട്രിയൽ വുഡ് ചിപ്പറിലിടുന്നു. ഈ മെഷീനിനുള്ളിൽ മൂർച്ചയുള്ള ബ്ലേഡുകളും ശക്തമായ റോളറുകളുമുണ്ട്. അവ നിമിഷ നേരം കൊണ്ട് മരത്തടികളെ തകർക്കുന്നു. മരങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചാൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അവ ചെറിയ മരക്കഷ്ണങ്ങളായി മാറുന്നു. ഈ പൊടിച്ച മരക്കഷ്ണങ്ങളാണ് ടിഷ്യൂ നിർമ്മാണത്തിന് ശരിക്കും വേണ്ടത്. അടുത്ത ഘട്ടത്തിൽ ഈ കടുപ്പമുള്ള മരം പഞ്ഞി പോലുള്ള ടിഷ്യൂ ആയി മാറും. റീസൈക്ലിങ്ങും ശുദ്ധീകരണവും. യഥാർത്ഥത്തിൽ ഈ മരക്കഷ്ണങ്ങൾ മാത്രം ടിഷ്യൂ നിർമ്മാണത്തിന് തികയില്ല. ഇതിനോടൊപ്പം പേപ്പറും ആവശ്യമാണ്. എന്നാൽ ഇത് പുതിയ പേപ്പറുകളല്ല, നമ്മൾ ഉപയോഗിച്ചുപേക്ഷിച്ച പഴയ പേപ്പറുകളാണ് ഇതിനായി എടുക്കുന്നത്. ആദ്യം ഈ പേപ്പറുകൾ ഒരു മോഡേൺ സോർട്ടിംഗ് സിസ്റ്റത്തിലേക്ക് അയക്കുന്നു. ഇവിടെ പ്രത്യേക സെൻസറുകളുള്ള മെഷീൻ ഓരോ പേപ്പറും പരിശോധിച്ച് വേർതിരിക്കുന്നു. ഒരു വശത്ത് നല്ല ക്വാളിറ്റിയുള്ള പേപ്പറും മറുവശത്ത് ഒന്നിനും കൊള്ളാത്ത നനഞ്ഞതും എണ്ണമയമുള്ള പേപ്പറുകളും ശേഖരിക്കുന്നു. നല്ല പേപ്പർ വേർതിരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നു. ഈ ഘട്ടത്തിൽ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് പേപ്പറിലെ കറുത്ത പാടുകൾ നീക്കം ചെയ്യുന്നു. അതായത് പ്രിന്റർ മഷി, പത്രങ്ങളിലെ അക്ഷരങ്ങൾ, പേനയുടെ അടയാളങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും മാറ്റുന്നു. ഇനി ടിഷ്യൂ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം തുടങ്ങുന്നു: പൾപ്പ് പ്രൊഡക്ഷൻ. ഈ മരക്കഷ്ണങ്ങളും പഴയ പേപ്പറും കൂട്ടിച്ചേർത്ത് ഡൈജസ്റ്റർ എന്നൊരു വലിയ മെഷീനിലേക്ക് അയക്കുന്നു. ഇവിടെ പ്രത്യേക കെമിക്കലുകൾ ചേർക്കുന്നുണ്ട്. ഈ മിശ്രിതം മണിക്കൂറുകളോളം 180 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ തിളപ്പിക്കുന്നു. തിളപ്പിക്കുമ്പോൾ മരത്തിൻ്റെയും പേപ്പറിൻ്റെയും ഉള്ളിലെ ഘടന തകരാൻ തുടങ്ങുന്നു. ഇതിൻ്റെ ഫലമായി മരത്തിലെ കടുപ്പമുള്ള ഭാഗങ്ങൾ താഴെ അടിയുകയും സെല്ലുലോസ് ഫൈബർ മുകളിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പൾപ്പ് എന്ന് വിളിക്കുന്നത്. ഇത് പാല് പോലെ വെളുത്തതും സോപ്പുകുമള പോലെ മൃദുവുമാണ്. അടുത്തുനിന്ന് നോക്കിയാൽ പഞ്ഞി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുപോലെ തോന്നും. അവസാനം കഠിന പ്രയത്നത്തിനൊടുവിൽ ഈ പൾപ്പ് ടിഷ്യൂ ആവാൻ തയ്യാറാകുന്നു. ഈ പൾപ്പിനെ ഡ്രയർ എന്ന് വിളിക്കുന്ന വലിയ ഒരു ചൂടുള്ള സിലിണ്ടറിനുള്ളിലേക്ക് അയക്കുന്നു. ഇതിനുള്ളിലെ കഠിനമായ ചൂടും സമ്മർദ്ദവും കാരണം പൾപ്പിലെ വെള്ളമെല്ലാം വറ്റിപ്പോകുന്നു. അങ്ങനെ ആ പത പോലുള്ള സാധനം കനം കുറഞ്ഞതും മൃദുവായതുമായ ടിഷ്യൂ പാളയായി മാറുന്നു. ശരിക്കും ഒരു മാജിക് പോലെ. ഒരു വശത്ത് പൾപ്പ് പ്രവേശിക്കുന്നു, മറുവശത്ത് നീണ്ട നേർത്ത ടിഷ്യൂ ഷീറ്റുകൾ പുറത്തുവരുന്നു. ഈ ഷീറ്റുകൾ വലിയ രീതിയിൽ ചുരുട്ടി റോൾ നിർമ്മിക്കുന്നു. ഇതിനെ ജംബോ റോൾ എന്ന് വിളിക്കുന്നു. ഇതിൽ മീറ്ററുകളോളം നീളമുള്ള ടിഷ്യൂ ഷീറ്റുകൾ ഉണ്ടാകും. അതിനുശേഷം ആ ജംബോ റോളിൽ നിന്ന് ടിഷ്യൂ എടുത്ത് മറ്റൊരു റോളിലേക്ക് മാറ്റുന്നു. ഈ റോൾ നമ്മൾ കടയിൽ കാണുന്ന ടിഷ്യൂ റോൾ പോലെ തോന്നിക്കുമെങ്കിലും ഇത് വളരെ നീളമുള്ളതാണ്. അവസാനം ഒരു മെഷീൻ ഉപയോഗിച്ച് ഈ നീളമുള്ള റോളുകളെ കൃത്യമായ അളവിൽ മുറിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ കുഞ്ഞു ടിഷ്യൂ പേപ്പർ റോൾ രൂപം കൊള്ളുന്നത്.
അതിനുശേഷം അവ ഭംഗിയായി പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് അയക്കുന്നു. എല്ലാ ടിഷ്യൂവും മരം മുറിച്ചു മാത്രമല്ല നിർമ്മിക്കുന്നത്. മരങ്ങൾ സംരക്ഷിക്കാനായി വലിയൊരു ഭാഗം റീസൈക്കിൾ ചെയ്ത വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തെ ടിഷ്യൂ ഉൽപ്പാദനത്തിന്റെ 35% മുതൽ 53% വരെ റീസൈക്കിൾ ചെയ്ത പേപ്പറുകളാണ്. കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടി പുതിയ മരത്തിന്റെ പൾപ്പ് ഉപയോഗിക്കാറുണ്ട്. എങ്കിലും മിക്കിടങ്ങളിലും ഇവ രണ്ടും ചേർത്താണ് നിർമ്മിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.